വിശുദ്ധമായിരിക്കുന്ന ശഅബാൻ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബറാഅത്ത് രാവ് അത് നാളെയാണ്. നാളെ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി ബറാഅത്ത് രാവ് ആരംഭിക്കുകയാണ്. ഈ ബറാഅത്ത് രാവിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനയും ഉൾപ്പെടെ ബറാഅത്ത് നോമ്പിൽ 4 നിയ്യത്തുകൾ ഈ ബറാഅത്ത് നോമ്പിലേക്ക് നമുക്ക് വെക്കാൻ കഴിയും. ആ 4 നിയ്യത്തുകൾ ഏതാണ് എന്നതുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും വീഡിയോക്കൊരു ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. വിശുദ്ധമായിരിക്കുന്ന ബറാഅത്ത് രാവ്, ആദ്യം ബറാഅത്ത് രാവിനെ കുറിച്ച് പറയാം. അതിനുശേഷം നമുക്ക് ബറാഅത്ത് നോമ്പിനെ കുറിച്ചും പറയാം. ബറാഅത്ത് രാവിൽ പ്രധാനമായും നാം ചെയ്യേണ്ട സൽക്കർമ്മമാണ് 3 യാസീൻ ഓതുക എന്നുള്ളത്. അതിനു പുറമെ സൂറത്തു ദുഖാനും നാം പാരായണം ചെയ്യണം. അപ്പോൾ ബറാഅത്ത് രാവിലെ 3 യാസീൻ, ഒന്നാമത്തത് തന്റെയും കുടുംബത്തിന്റെയും ദീർഘായുസ്സിന് വേണ്ടിയാണ്. നമ്മുടെ കുടുംബത്തിന്റെയും ദീർഘായുസ്സിന് വേണ്ടിയെന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഒന്നാമത്തെ യാസീൻ നാം ഓതുക. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ഈ യാസീനുകൾക്കിടയിലൊന്നും നാം മറ്റു സംസാരങ്ങൾ കൊണ്ടുവരാതിരിക്കണമെന്ന് പണ്ഡിതന്മാര് നിബന്ധന പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ആ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ യാസീൻ ഓതുന്നതിന് മുമ്പ് നാം നിയ്യത്ത് ചെയ്യേണ്ടത് ഭക്ഷണത്തിൽ ബറക്കത്തോടുകൂടി വിശാലത ലഭിക്കണമെന്ന നിയ്യത്ത് നാം കരുതുക. മൂന്നാമത്തത് ഹുസ്നുൽ ഖാത്തിമ, നല്ലതായിരിക്കുന്ന മരണം ലഭിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി മൂന്നാമത്തെ നിയ്യത്ത് വെച്ചുകൊണ്ട് 3 യാസീൻ നാം പാരായണം ചെയ്യുകയും തുടർന്ന് സൂറത്തു ദുഖാൻ നാം പാരായണം ചെയ്യുകയും ചെയ്യുക. അതിനുശേഷം അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാതിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്ക്രീനിൽ കാണുന്ന ആ ദിക്ർ 70 തവണ നാം ചൊല്ലുക. തുടർന്ന് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, ഇങ്ങനെ 100 തവണ നാം ചൊല്ലുകയും ചെയ്യുക. തുടർന്ന് ഭക്ഷണത്തിൽ ബറക്കത്തോടുകൂടി വിശാലത ലഭിക്കാനും ദീർഘ ആയുസ് ലഭിക്കാനും മരണസമയത്ത് ഈമാനോടുകൂടി മരണപ്പെടാനും ആത്മാർത്ഥമായി നാം അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അതുപോലെ തന്നെ ബറാഅത്ത് നോമ്പിനിക്ക് 4 നിയ്യത്ത് വെക്കാമെന്ന് നാം പറഞ്ഞു. അതിലൊന്നാമത്തത് ബറാഅത്ത് എന്ന സുന്നത്ത് നോമ്പിനെ ഞാൻ അനുഷ്ഠിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ സുന്നത്ത് ആയത്. അയ്യാമുൽ ബീളിന്റെ നോമ്പ് സുന്നത്തുള്ള രാവാണ് 15ാം രാവ്. അതുകൊണ്ട് തന്നെ അയ്യാമുൽ ബീളിന്റെ സുന്നത്ത് നോമ്പ് ഞാൻ അനുഷ്ഠിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കാം. അതുപോലെ തന്നെ തിങ്കളാഴ്ചയാണ് ഈ വർഷത്തെ ബറാഅത്ത് ദിനം. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചത്തെ നോമ്പിനെ അനുഷ്ഠിക്കുന്നു എന്നുള്ള നിയ്യത്ത് വെക്കാം. ഈ 3 നിയ്യത്തും എല്ലാവർക്കും വെക്കാൻ പറ്റുന്നതാണ്. 4ാമത്തെ ഒരു നിയ്യത്ത് കൂടിയുണ്ട്. കഴിഞ്ഞ റമദാനിൽ എന്തെങ്കിലും കാരണം കൊണ്ട് നോമ്പ് നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ടെങ്കിൽ അവർക്ക് ആ റമദാനിലെ നോമ്പിനെ ഞാൻ ഖളാ വീട്ടുന്നു എന്ന ഫർളിന്റെ നിയ്യത്ത് കൂടി വെക്കാം. അപ്പോൾ അവർക്ക് അവരുടെ ഫർള് വീടുകയും ഈ 3 നിയ്യത്ത് കരുന്നതോടുകൂടി ഈ 3 സുന്നത്ത് നോമ്പിന്റെ പ്രതിഫലം കൂടി അവർക്ക് ലഭിക്കുന്നു. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.